ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ് ഇന്ന് പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, പറക്കുന്ന കുരങ്ങന്മാരെ പറ്റി. അതെ, ഫ്ലൈയിങ് മങ്കീസ്. എങ്ങനെ ഈ പേര് വീണു? ഇതാരാണ്? നമുക്കറിയണ്ടേ? തീർച്ചയായും അതിലേക്ക് പോവാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേര് വീഴാനുള്ള കാരണം ഫ്രാങ്ക് ബാഗ്മാൻ എന്ന എഴുത്തുകാരനുണ്ട്. ആ എഴുത്തുകാരൻ എഴുതിയൊരു പുസ്തകമാണ് ദ വിസാർഡ് ഓഫ് ഓസ്. അതിലൊരു കഥാപാത്രമാണ് വിക്കഡ് വിച്ച്. വിക്കഡ് വിച്ച് ഒരു ദുർമന്ത്രവാദിയാണ്. ഈ ദുർമന്ത്രവാദിയെ സഹായിക്കാൻ ഒരു പറ്റം ആൾക്കാരുണ്ട്. ഇവരെ പേരാണ് പറക്കുന്ന കുരങ്ങന്മാർ, ഫ്ലൈയിങ് മങ്കീസ്. ഇവരെന്ത് ചെയ്യും? ഇവർ എന്താണോ വിക്കഡ് വിച്ച് പറയുന്നത് അതുപോലെ അനുസരിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കും. പ്രത്യേകിച്ച് ഡൊറോത്ത എന്ന ലേഡിയാണ് ഇവർ കാര്യമായിട്ട് ആക്രമിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നാണ് എന്ത് പേര് വന്നിട്ടുള്ളത്? ഫ്ലൈയിങ് മങ്കീസ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലൈയിങ് മങ്കീസ് എന്താണെന്നറിയോ? അത് നാസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, അന്ധമായി സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലൈയിങ് മങ്കീസിനെ പറ്റിയാണ് പറയുന്നത്. ഇവരെ കൊണ്ടുള്ള ശല്യം ചെറുതല്ല, വലിയ ശല്യമാണ്. അതിനെപ്പറ്റി ആദ്യം പറയാം. ഒന്നാമത്തെ ശല്യം എന്ന് പറയുന്നത്, ഇവർ സ്പൈ ആയിട്ട് വർക്ക് ചെയ്യും. സ്പൈ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ചാരന്മാർ. നമ്മൾ പറയുന്ന പല രഹസ്യങ്ങളും അതൊക്കെ ആരോട് പോയിട്ട് പറയും? നാസിസ്റ്റിനോട്, നാസിസ്റ്റിൻ്റെ സപ്പോർട്ടോടൊക്കെ പറയും. അതായത് നമ്മളെ നീക്കങ്ങളൊക്കെ അവരറിഞ്ഞ് ആദ്യം തന്നെ അത് പൊളിച്ച് കളയും. മാത്രവുമല്ല, സ്പൈ വർക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും അതൊക്കെ അവർ ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവർ ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്പൈ വർക്ക് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റാണ്. നാസിസ്റ്റ് ശരിയാണെന്ന് എല്ലാവരുടെ മുമ്പിലും ആർഗ്യൂ ചെയ്യും. അതിനുവേണ്ടി എന്ത് കടുത്ത പ്രയോഗം അവർ നടത്തും. നാസിസ്റ്റാണ് ശരി, അതിന് പ്രൊജക്ഷൻ ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും, ഗ്യാസ് ലൈറ്റ് ചെയ്യും. എല്ലാ വിധത്തിലും എല്ലാവരുടെ മുമ്പിലും നാസിസ്റ്റിൻ്റെ ഭാഗമാണ് ശരി എന്ന് ഇവർ വരുത്തി തീർക്കും. അതായത് നാസിസ്റ്റിൻ്റെ റെസ്റ്റ് എടുത്താൽ മതി, ഇവർ ആ പണിയെടുത്ത് എല്ലാവരുടെ മുമ്പിലും വിക്ടിം ഒരു മോശക്കാരിയാക്കിയിട്ട് മാറ്റും. ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ വിക്ടിമിനെ ഐസൊലേറ്റ് ചെയ്യും, ഒറ്റപ്പെടുത്തും. എങ്ങനെ? എല്ലാവരുടെ അടുത്തും പോയിട്ടും വിക്ടിമിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് അതേപോലെ തന്നെ ഈ നാസിസ്റ്റായ ആൾക്കാർ വിക്ടിമാണെന്ന് വരുത്തി തീർത്ത് ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യും. മാത്രവുമല്ല, ഈ വിക്ടിമിനെ എല്ലാവരും മുമ്പിലും അകറ്റും. അയാളോട് കണക്ട് ചെയ്യരുത്, അല്ലെങ്കിൽ അവളോട് കണക്ട് ചെയ്യരുത്, മോശക്കാരിയാണെന്ന് പറഞ്ഞ് എല്ലാവരും ആരും സഹായിക്കാത്ത അവസ്ഥയിലേക്ക് വിക്ടിമിനെത്തിക്കും. ഈ പണിയൊക്കെ ചെയ്യുന്നവരാണ്, ഒരു സംശയമില്ല, ഫ്ലൈയിങ് മങ്കീസ് തന്നെയാണ്. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് നാസിസ്റ്റിൻ്റെ കുറ്റങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും. ഇങ്ങനെ പറയുന്ന ഒരു അവസരം വരും. ചർച്ചയിലൊക്കെ പറയുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇവർ നല്ല കയറി ഇടപെട്ടിട്ട് ശ്രദ്ധ തിരിക്കും. അതായത് വിക്ടിമിൻ്റെ ഏതെങ്കിലും ഒരു കുഴപ്പം ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം പറഞ്ഞിട്ട് ആ കാര്യം അവിടെ ഇല്ലാണ്ടാക്കും. അതോടെ ആര് രക്ഷപ്പെടും? നാസിസ്റ്റ് രക്ഷപ്പെടും. ഇവർ ഡൈവേർട്ട് ചെയ്യാൻ വളരെയധികം ഉഷാറാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? നാസിസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ കുതന്ത്രം ഇവർ മനയുക. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, സഹായിയുടെ റോളായിട്ട് അഭിനയിക്കുന്നു. അതായത് ഈ വിക്ടിമിനെ സഹായിക്കുന്ന ആളാണ്. മോളെ, നിൻ്റെ അവസ്ഥ എനിക്കറിയാം, നിൻ്റെ കൂടെ ഞാനുണ്ട്. അല്ലെങ്കിൽ മോനെ, നീ ഒന്നും പേടിക്കേണ്ട, എല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്തോളാം. അവനെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല കേട്ടാ, അല്ലെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നില്ല കേട്ടാ, ഞാൻ കാര്യങ്ങൾ പറയാണ്, എൻ്റെ സപ്പോർട്ട് നിനക്ക് തന്നെയാണ്. ആരോട്? വിക്ടിമിനോട് പറയും. എന്നിട്ട് 8ൻ്റെ പണി കൊടുക്കുകയും ചെയ്യും. സഹായിയുടെ റോൾ എടുത്തിട്ട് നമുക്ക് തന്നെ പണി തരും. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർ നാസിസ്റ്റിൻ്റെ തെറ്റുകൾ മറച്ചു വെക്കുന്നു. ഇവർക്കറിയാം, പലപ്പോഴും പല തെറ്റുകളും ഇവർക്ക് അറിയാൻ പറ്റും. എന്നാൽ ഒരിക്കലും അത് എവിടെയും പറയാൻ സമ്മതിക്കില്ല, ഇവർ പറയൂല. മാത്രവുമല്ല, ആരെങ്കിലും പറഞ്ഞാൽ തന്നെ ഇവർ അതിനെ എതിർക്കുന്നു. അങ്ങനെയല്ല എന്ന് പറഞ്ഞ് എതിർക്കുന്നു. ആർഗ്യുമെൻ്റൊക്കെ ചെയ്തിട്ട് നാസിസ്റ്റിന് കട്ട സപ്പോർട്ട് നിൽക്കുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കോ, ഈ പറഞ്ഞ പോയിന്റ് തന്നെ ഒരു വിക്ടിമിന് കിട്ടുന്ന ഫ്രീഡം, സമാധാനം, സന്തോഷം, എന്തിന് നീതി അടക്കം ഇല്ലാണ്ടാക്കാൻ മതി. അത്രയും ഉപദ്രവമാണ് ഇവരെ കൊണ്ട്. ഇനി ഒരാൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ഫ്ലൈയിങ് മങ്കീസ് ആവുന്നു? നമുക്കറിയണ്ടേ? ഒരുപാട് കാരണങ്ങളുണ്ട്. വെറുതെ അല്ല ഒരാൾ ഫ്ലൈയിങ് മങ്കീസ് ആവുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് അവയർനെസ് ആണ്, ബോധമില്ലായ്മ. ഞാൻ നാസിസ്റ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, നാസിസ്റ്റ് കുതന്ത്രമാണ് ഉപയോഗിക്കുന്നത്, നാസിസ്റ്റ് തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്നെ കൂടെ കൂട്ടിയിട്ടുള്ളത് എന്നൊന്നും ഇവർക്ക് അറിയില്ല. ഇവർ നാസിസ്റ്റ് പറയുന്നത് ശരിയാണെന്ന് വിശ്വസിച്ച് അതുപോലെ പ്രവർത്തിക്കുന്നു. ലാക്ക് ഓഫ് അവയർനെസ്. നാസിസ്റ്റിനെ പറ്റി അറിയില്ല, ഈ നടക്കുന്ന സംഭവങ്ങളെ പറ്റി അറിയില്ല, വ്യക്തിം അനുഭവിക്കുന്ന പ്രയാസത്തെ പറ്റിയും ഒന്നും അറിയില്ല. അറിവില്ലായ്മയാണ് ഇവരുടെ പ്രധാനപ്പെട്ട മുഖമുദ്ര. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഭയം, ശക്തമായ ഭയം. ആരോട്? നാസിസ്റ്റിനോട്. ഞാൻ നാസിസ്റ്റിനെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ അയാൾ എനിക്ക് അല്ലെങ്കിൽ അവൾ എനിക്ക് പണി തരുമോ? പ്രത്യേകിച്ച് നാസിസ്റ്റുകൾ പലപ്പോഴും പവർഫുൾ ആളായിരിക്കും.
സമൂഹത്തിലോ വീട്ടിലോ കുടുംബത്തിലോ ഒക്കെ പവർഫുൾ ആളായിരിക്കും. അയാൾക്കെതിരെ അല്ലെങ്കിൽ അവൾക്കെതിരെ നാസിസ്റ്റിനെതിരെ നീങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടും. നേരെ മറിച്ച് നാസിസ്റ്റിനെ സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗുണവും കിട്ടും. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ വിക്ടിമിനെതിരെ നിൽക്കുക, നാസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാം. ഇക്കാരണം ഭയം എന്നുള്ള കാരണം കൊണ്ടും സപ്പോർട്ട് ചെയ്യും. രണ്ടാമത്തെ കാരണം അതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് ബുദ്ധി കാര്യമായിട്ട് ഉപയോഗിക്കാത്ത ഒരവസ്ഥ. ക്രിട്ടിക്കലായിട്ട് ഇതിനെപ്പറ്റി കൂലങ്കുശമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല. ഇതിലെന്താണ് ശരി തെറ്റ്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ മോശത്തരം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണിതഫലം, ഇതൊന്നും ആർക്കറിയില്ല, ഫ്ലൈ മങ്കീസിന് അറിയില്ല. അങ്ങനെ എടുത്തു ചാടിയിട്ട് നാസിസ്റ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യും. ഇതാണ് അടുത്തത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇമോഷണൽ ഡെപ്റ്റാണ്. ഇമോഷണൽ ഡെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കടപ്പാടുണ്ടാവും. മുമ്പ് പൈസ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ നാസിസ്റ്റ് ഈ ഫ്ലൈ മങ്കീസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, സഹായിച്ചിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ ഈ സമയത്ത് എന്താവുക, വിക്ടിമിനെതിരെ ശക്തമായിട്ട് നീങ്ങിയാൽ തന്നെ നല്ലൊരു സപ്പോർട്ടാവും. അങ്ങനെ ഇമോഷണൽ ഡെപ്റ്റ്, കടബാധ്യതയുടെ കാരണം കൊണ്ട്, കടപ്പാടിൻ്റെ കാരണം കൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യും. ഇതാണ് അടുത്ത പ്രധാനപ്പെട്ട കാരണം. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷനാണ്. നല്ല ഇമോഷണൽ കണക്ഷൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും, ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ, ഏറ്റവും അടുത്ത ആൾക്കാർ, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും ഈ നാസിസ്റ്റ്. അപ്പോൾ നാസിസ്റ്റിനോട് ഈ ഫ്ലൈ മങ്കീസിന് ഇങ്ങനൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ പറയാൻ തോന്നൂല. പ്രത്യേകിച്ച് മിക്ക കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, സഹോദരന്മാർക്ക് വേണ്ടി സഹോദരിമാരും സഹോദരിമാർക്ക് വേണ്ടി സഹോദരന്മാരും ഈ ഇമോഷണൽ കണക്ഷൻ്റെ പേരിൽ സഹായിക്കാറുണ്ട്, ഫ്ലൈ മങ്കീസ് ആവാറുണ്ട്. അപ്പോൾ ഫ്ലൈ മങ്കീസായിട്ട് അവർ അവതരിക്കും. അതിൻ്റെ കാരണം നമ്മൾ ആഴത്തിൽ പറയേണ്ട ആവശ്യമില്ല, ഇവർ തമ്മിലൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവും. അപ്പോൾ തൻ്റെ സഹോദരൻ, തൻ്റെ സഹോദരി, തൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ ബുദ്ധിമുട്ടുന്നത് ആരിഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ അക്കാരണം കൊണ്ട് ഫ്ലൈ മങ്കീസിൻ്റെ റോള് ഇവർ ഏറ്റെടുത്ത് നടപ്പിലാക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ബയാസാണ്. അതായത് ഇവർ ഏകപക്ഷീയമായ വിവരം മാത്രമേ കേട്ടിട്ടുണ്ടാവും, നാസിസ്റ്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ കേട്ടിട്ടുണ്ടാവും. അതിൽ പ്രൊജക്ഷൻ ഉണ്ടാവും, മാനിപ്പുലേഷൻ ഉണ്ടാവും, ഗ്യാസ് ലൈറ്റിംഗ് ഉണ്ടാവും, തന്ത്രങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കേട്ട ഇവൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇവൾ വിചാരിക്കുന്നത്, ഈ ഫ്ലൈ മങ്കി വിചാരിക്കുന്നത് ഇതാണ് ശരി. അപ്പോൾ ഇൻഫോർമേഷൻ ബയാസ്, കിട്ടിയ ഇൻഫോർമേഷനിലൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവുകയും അത് വിശ്വസിച്ചിട്ട് ഇവൻ രംഗത്തിറങ്ങുകയും ചെയ്യും. ഇക്കാരണം കൊണ്ടും നാസിസ്റ്റിൻ്റെ ഫ്ലൈ മങ്കീസ് ആവാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നാസിസ്റ്റിനെ ഹീറോ ആയിട്ട് കണക്കാക്കാം. ചില നാസിസ്റ്റിന് പബ്ലിക്കിലൊക്കെ നല്ല പിടിപാടുണ്ടാവും. നാസിസ്റ്റിനെ ഹീറോ ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാർ അവർക്ക് വേണ്ടി എത്രയും വാദിക്കും, അവർക്ക് വേണ്ടി എന്തും ചെയ്യും. നമുക്കറിയാമല്ലോ, നമ്മളെ ഹീറോയ്ക്ക് വേണ്ടി നമ്മളെന്തും ചെയ്യൂലേ. ഇവിടെ തന്നെ കേരളത്തിൽ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള വലിയ വലിയ നടന്മാർക്ക് വേണ്ടി എന്തും ചെയ്യൂലേ. അപ്പോൾ ഹീറോ ആയിട്ട് കണക്കാക്കുമ്പോൾ നമ്മൾ എന്തും ചെയ്യും. അതേപോലെ നാസിസ്റ്റിനെ ഹീറോ ആയിട്ട് കണക്കാക്കുന്ന ആൾക്കാർ നാസിസ്റ്റിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാവും. അപ്പോൾ അതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട റീസൺ. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് റിവാർഡ് എക്സ്പെക്റ്റേഷനാണ്. നാസിസ്റ്റ് അത്യാവശ്യം നല്ല സമ്പാദ്യമുള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള ആളായിരിക്കും. അപ്പോൾ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാമല്ലോ, പലതും നേടാമെന്നുള്ള ഉദ്ദേശം കൊണ്ടും നാസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നാസിസ്റ്റ് ഇയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടി ഫ്ലൈ മങ്കീസിന് എന്തും കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. മാത്രമല്ല, ചില ഫ്ലൈ മങ്കീസ് നാസിസ്റ്റിനെ ഈ കാരണം കൊണ്ട് ഊറ്റും, ശരിക്കും അവർ ചൂഷണം ചെയ്യും. നാസിസ്റ്റ് ആണെങ്കിൽ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് കൊടുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യം കൂടി ഉണ്ടാവാറുണ്ട്. ഇതാണ് മറ്റൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് അവോയ്ഡൻ്റ് ആണ്. അതായത് തർക്കങ്ങൾ, നാസിസ്റ്റും വിക്ടിമും തർക്കം ഉണ്ടാകുന്ന സമയത്ത് അത് കുടുംബത്തെ മൊത്തം ബാധിക്കും. അപ്പോൾ ഫ്ലൈ മങ്കീസ് ഈ തർക്കം നിർത്താൻ വേണ്ടിയിട്ട്, തർക്കം ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ കയറും. യഥാർത്ഥത്തിൽ ഇടയിൽ കയറുമ്പോൾ രണ്ട് പക്ഷവും സപ്പോർട്ട് ചെയ്യാണ്ട് ന്യൂട്രലായിട്ട് നിൽക്കുക ചെയ്യേണ്ടത്. പക്ഷേ ഇവരെന്ത് ചെയ്യും, ഇവർ നാസിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുക, പക്ഷേ പ്രശ്നം തീർക്കാൻ, കോൺഫ്ലിക്റ്റ് തീർക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങുക. ഈ രീതിയിലും അവർ രംഗപ്രവേശനം ചെയ്യും. മാത്രവുമല്ല, ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു കാരണം പറയാനുള്ളത് ലോ സെൽഫ് എസ്റ്റീമാണ്. ഈ ഫ്ലൈ മങ്കീസിന് സെൽഫ് എസ്റ്റീം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നാസിസ്റ്റ് പറയും, എടാ ഇതാണ് ശരി, നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഞാൻ അങ്ങനെ ആക്കിത്തരാം, നിനക്ക് ഇങ്ങനെ ആക്കിത്തരാം. അപ്പോൾ ഇവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടോ, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും നേടാം, ഞങ്ങൾക്ക് പലതും നേടാൻ പറ്റും. ഓൾറെഡി ഇവർക്ക് സെൽഫ് എസ്റ്റീം ഇല്ല, കഴിവില്ല എന്നുള്ള ചിന്തയുണ്ട്. അപ്പോൾ നാസിസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നാസിസ്റ്റിന് വേണ്ടി ഇവർ പണിയെടുക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ മങ്കീസ് ഒറ്റയടിക്ക് ഉണ്ടാവുന്നതല്ല, ഗ്രാജുവലായിട്ട് ഉണ്ടാവുന്നതാണ്. ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെ തകർക്കാൻ, വിക്ടിമിനെ തകർക്കാൻ അത് മാത്രം മതി. വിക്ടിമിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഫ്ലൈ മങ്കീസാണ്. ഫ്ലൈ മങ്കീസ് ഉണ്ടാക്കുന്ന സ്മിയർ ക്യാമ്പയിൻ, അപവാദ പ്രചരണം എന്ന് പറയുന്നത് വലിയ അപവാദ പ്രചരണമായിരിക്കും. മാത്രവുമല്ല, ആ നാട്ടിൽ വിക്ടിമിന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവരാക്കി തീർക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ മങ്കീസിനെ പറ്റി നന്നായിട്ട് പഠിക്കണം. നിങ്ങളെ അടുത്ത് ഫ്ലൈ മങ്കീസ് വരുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കരുതിയിരിക്കുക. ഒരിക്കലും അവരെ അടുപ്പിക്കരുത്, ബൗണ്ടറി സെറ്റ് ചെയ്യുക. അവർ എത്ര നല്ല പഞ്ചാര വാക്ക് പറഞ്ഞു കഴിഞ്ഞാലും അവർ നിങ്ങൾക്ക് ഉപദ്രവമേ ചെയ്യും. അപ്പോൾ ആരാണ് ഫ്ലൈ മങ്കീസ്, ആരാണ് ഇനേബിളേഴ്സ് എന്നൊക്കെ നന്നായിട്ട് പഠിക്കുക. നിർബന്ധമായിട്ടും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടുക തന്നെ ചെയ്യും. വീണ്ടും കാണാം. നന്ദി.